എന്റെ യജമാനന്മാർ എന്ന് പറയുന്നത് രാജ്യത്തെ ജനങ്ങളാണ്. അവരാണ് എന്റെ റിമോട്ട് കൺട്രോൾ. ഇത് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നതിൽ അല്ലെങ്കിൽ അദ്ദേഹം കോൺഗ്രസിനെതിരെ നടത്തിയ അതിരൂക്ഷമായ വിമർശനങ്ങളിൽ ഒന്ന് സ്വയം താൻ ശിവനാണെന്ന് ഉപമിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുകയാണ്, അശോക് സാർ, കാളകൂട വിഷമാണ് കോൺഗ്രസ് പുറപ്പെടുവിക്കുന്നത്, അത് താൻ സ്വയം കുടിക്കുകയാണ് എന്ന്. അപ്പോൾ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ രാജ്യത്തെ കോൺഗ്രസ് ചെന്നുകൊണ്ടെത്തിക്കുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതേസമയം അതിനുള്ള പരിഹാരം താൻ കാണുന്നു. അവർ ചീറ്റുന്ന എല്ലാ വിഷവും താൻ സ്വയം ഏറ്റെടുക്കുകയാണ് എന്ന് കൂടി പറയുകയാണ്. ഓർക്കണം, നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയാണ് ഈ രീതിയിൽ പ്രതികരിച്ചിരിക്കുന്നത്. അതിരൂക്ഷമായ ഭാഷയിൽ വല്ലപ്പോഴും മാത്രമേ അദ്ദേഹം കോൺഗ്രസിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കാറുള്ളൂ, നമുക്കറിയാം. പക്ഷെ ആ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന വാക്കുകളൊക്കെ വളരെ വളരെ പ്രസക്തവും ശക്തവുമായ ചില വാക്കുകൾ കൂടിയാണ്. അതേപോലെയുള്ള ഒരു ഉപമയാണ് അദ്ദേഹം ഇവിടെ നടത്തിയിരിക്കുന്നത്. കാളകൂട വിഷം എന്ന് പറഞ്ഞിരിക്കുന്നു, ശിവനെ പോലെ എന്ന് പറഞ്ഞിരിക്കുന്നു, ഒപ്പം ജനങ്ങളാണ് തന്റെ യജമാൻ, അവരിലാണ് തന്റെ റിമോട്ട് കൺട്രോൾ എന്ന് കൂടി പറഞ്ഞു വയ്ക്കുകയാണ് പ്രധാനമന്ത്രി. എങ്ങനെ വിലയിരുത്താം? രാഹുൽ ഗാന്ധിക്കോ ജയറാം രമേശിനോ ബ്രിട്ടാസിനോ ഒന്നും പുരാണത്തിൽ വലിയ അവഗാഹം ഇല്ലാത്തത് കൊണ്ട് മോഡി ഇപ്പോൾ പറഞ്ഞ ആ ഉപമ വ്യക്തമായിട്ട് മനസ്സിലായി കാണാൻ സാധ്യതയില്ല. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അമൃത് കടയുന്നിടത്താണ് പ്രതിപക്ഷ കക്ഷികൾ, പ്രത്യേകിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അതിൻ്റെ വക്താവായ രാഹുൽ ഗാന്ധി, അദ്ദേഹത്തിൻ്റെ റിമോട്ട് കൺട്രോളുകളായ KC വേണുഗോപാൽ, ജയറാം രമേശ് തുടങ്ങിയവരൊക്കെ ഈ കാളകൂടം ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ജനാധിപത്യം കടയുന്നിടത്ത് കാളകൂടം പുറത്തു വരുന്നു, താനത് ശിവനെ പോലെ അമൃത മഥനത്തിൽ ശിവൻ കാളകൂടം കുടിച്ചതുപോലെ താൻ കുടിക്കുന്നു, തനിക്ക് അപകടമൊന്നുമില്ല എന്നുള്ള ഒരു സൂചനയാണ്. ഇതില് ജനം കാണേണ്ട സൂചന, ഇന്ത്യൻ ജനാധിപത്യത്തെ കടയുന്ന ഈ സന്ദർഭത്തിൽ എങ്ങനെയാണ് ഇത്രയധികം കാളകൂടം പുറത്തൊഴുകുന്നത് എന്നുള്ളതാണ്. K. രാജഗോപാൽ എന്ന് പറഞ്ഞ ഒരു മാധ്യമപ്രവർത്തകനുണ്ട്, ടെലിഗ്രാഫിന്റെ മുൻ എഡിറ്ററാണ്, കൽക്കട്ടയിലായിരുന്നു, ഇടതുപക്ഷ ചിന്താഗതിക്കാരനായ ഒരു മാധ്യമപ്രവർത്തകനാണ്. അദ്ദേഹം കുറച്ചു കാലമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഡയലോഗുകളില്ലാത്ത ജനാധിപത്യം ഫാസിസമാണ്. അതായത് ചർച്ച ഇല്ലാതെ നടത്തുന്ന ജനാധിപത്യം ഫാസിസത്തിലേക്ക്, ഏകാധിപത്യത്തിലേക്ക് ചെന്നെത്തുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് സബ്സ്ക്രൈബ് ചെയ്യുന്നവരാണ് ഇവിടുത്തെ പ്രതിപക്ഷാംഗങ്ങളിൽ കൂടുതൽ പേരും. അങ്ങനെയാണ് നമ്മൾ കണ്ടുവരുന്നത്. എല്ലാവരും രാജഗോപാലിൻ്റെ ഈ സിദ്ധാന്തം ആവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ചർച്ച ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിലാണ് ഊന്നേണ്ടത്. എന്തുകൊണ്ട് ഡയലോഗ് ഇല്ല? ചർച്ച ചെയ്യേണ്ട രാഷ്ട്രീയ കക്ഷികൾ ചർച്ച ചെയ്യേണ്ട ഇടം എവിടെയാണ്? അതൊരു വലിയ ചോദ്യമാണ്. നമുക്ക് അതിനൊരു സംവിധാനം ഇന്ത്യയിലുണ്ട്. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഒരു സംവിധാനം ചർച്ചകൾക്കായിട്ടുണ്ട്. കേന്ദ്രത്തിൽ പാർലമെന്റ് എന്ന് പറയും, സ്റ്റേറ്റുകളിൽ നിയമസഭകളാണ്. അപ്പോൾ ഇപ്പോഴത്തെ വിഷയം കേന്ദ്ര വിഷയമായതുകൊണ്ട് നമുക്ക് പാർലമെന്റിനെ കുറിച്ച് എടുക്കാം. പാർലമെന്റിൽ ഒരു ഭരണപക്ഷം ബില്ലുകൾ, നിയമനിർമ്മാണ സഭയാണ് പാർലമെന്റ്. അപ്പം നിർമ്മിക്കാനുള്ള നിയമത്തിന്റെ ബില്ല് അവതരിപ്പിച്ചാൽ ഉടൻ തന്നെ, അവതരിപ്പിക്കുന്നതിന് മുമ്പേ തന്നെ അവർക്ക് വായിക്കാനൊക്കെ കിട്ടും. പക്ഷേ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ ലോക്സഭ TV-യിൽ കാണുന്ന കാഴ്ച എന്താണെന്ന് പറഞ്ഞാൽ, പ്രതിപക്ഷ അംഗങ്ങൾക്കെല്ലാം ഫൈൽസാകും. അവരെഴുന്നേറ്റ് നിൽക്കും, മുദ്രാവാക്യം മുഴക്കും, ബഹളമുണ്ടാക്കും, ഇറങ്ങിപ്പോകും. ഇതാണ്
നമ്മൾ കാണുന്ന ഒരു ചിത്രം. എന്നിട്ട് ഗാന്ധി പ്രതിമയ്ക്ക് ഇപ്പം ഗാന്ധി പ്രതിമ അവിടെ അതിന്റെ മുമ്പിൽ ഇരിക്കാൻ ഒക്കുമെന്ന് എനിക്കറിയില്ല പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ. പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ മുമ്പിൽ ഒരു ഗാന്ധി പ്രതിമ ഉണ്ടായിരുന്നു. അതിന് ചുറ്റും കൂടിയിരുന്ന് വീണ്ടും മുദ്രാവാക്യം മുഴക്കും. കുറച്ച് കഴിയുമ്പോൾ ക്യാൻറ്റീനിൽ പോയി ചായ കുടിക്കും, പിന്നെ അവരുടെ പാട്ടിന് പോകും. ഇതാണ് ചെയ്യുന്നത്. ഇതാണോ നമ്മളുടെ ജനപ്രതിനിധികളെ പറ്റി അവരെ തിരഞ്ഞെടുത്തയച്ച ജനം ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഈർക്കിൽ ചീകിയെടുത്തിട്ട് ചന്തിക്ക് രണ്ടടിയും കൊടുത്ത് പാർലമെന്റിൽ പോയി സംസാരിക്കടേ എന്ന് പറയേണ്ട ഒരു നിലവാരത്തിലേക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട അംഗങ്ങളിൽ പലരും എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പൊ എന്നിട്ട് ഇതിന്റെ പ്രധാന പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാർലമെന്റിൽ പോയി കഴിഞ്ഞാൽ ആ ബില്ല് കീറി മുറിച്ച് പഠിക്കണം. അവർ കീറി മുറിക്കാറുണ്ട്, പുറത്ത് കൊണ്ടുവന്ന് കത്തിക്കാനൊക്കെ ആയിട്ട് ഇത് കീറി മുറിക്കാറുണ്ട്. അല്ലാതെ ബില്ലിലെ വകുപ്പുകളോ ആ ബില്ല് എങ്ങനെയാണ് സാധാരണ ജനങ്ങൾക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതോ എന്നൊന്നും അവർ പറയാറില്ല, അവർ സംസാരിക്കാറില്ല. വളരെ ചുരുക്കം എം പിമാരുണ്ട്. കേരളത്തിൽ നിന്ന് നമ്മൾ കാണുന്നതിൽ വളരെ സജീവമായിട്ട് ഇടപെടുന്ന ഒരാള് NK പ്രേമചന്ദ്രനാണ്. അദ്ദേഹം സാമാന്യം ഭംഗിയായിട്ട് ബില്ലുകളെ കുറിച്ചൊക്കെ പഠിച്ചിട്ട് പാർലമെന്റിൽ അവതരിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് പാർലമെന്റിൽ അദ്ദേഹത്തിന് കൂടുതൽ സമയം കിട്ടാറുമുണ്ട്. പക്ഷെ ബാക്കിയുള്ള ഒരുപാട് എം പിമാര്, നേരത്തെ കേരളത്തിൽ നിന്നുണ്ടായിരുന്ന രാഹുൽ ഗാന്ധി ഇപ്പം പ്രിയങ്ക ഗാന്ധിയാണ്. അപ്പം പിന്നെ ബാക്കിയുള്ള കോൺഗ്രസിന്റെ ബാക്കി എത്രയാണ് 18 എം പിമാര്, കോൺഗ്രസിന്റെ അല്ല UDFന്റെ എം പിമാരുണ്ട്. അവരൊക്കെ അവിടെ എന്താണ് ചെയ്യുന്നത്? അതിലെ ഒരു പ്രധാനപ്പെട്ട എം പി എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ വലിയൊരു നേതാവാണ് KC വേണുഗോപാൽ. ഇവരൊന്നും ഈ പാർലമെന്റിൽ, അതായത് ഡയലോഗ് നടക്കേണ്ട ഒരു പ്ലാറ്റ്ഫോമില് ഇവരൊന്നും സംസാരിക്കാറില്ല. ഡയലോഗ് നടക്കേണ്ട പ്ലാറ്റ്ഫോമിൽ സംസാരിക്കുന്നതിന് പകരം ഈ വിദ്വാൻമാര് പുറത്തിറങ്ങിയിട്ട് ജനങ്ങൾക്ക് ജനങ്ങളെ കേൾക്കുമ്പോൾ ജനത്തിന് ഒരു എന്തൊക്കെയോ എന്ന് തോന്നത്തക്ക വിധത്തിൽ ആക്ഷേപകരമായിട്ടും ഒക്കെ മറ്റും പറഞ്ഞു കഴിഞ്ഞാൽ, പബ്ലിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ്, ഇപ്പം കുറച്ച് ദിവസം മുമ്പ് പ്രധാനമന്ത്രിയുടെ അമ്മയെ സംബന്ധിച്ചെന്തോ പരാമർശം ഉണ്ടായി. അതിൽ അദ്ദേഹം കരയുകയൊക്കെ ചെയ്തു. അപ്പൊ അത്തരം സെന്റിമെന്റ്സ്, അല്ലെങ്കിൽ അത്തരം സെന്റിമെന്റ്സ് ഉണ്ടാക്കുകയല്ല, അത്തരം വളരെ നികൃഷ്ടമായ അല്ലെങ്കിൽ കാര്യഗൗരവമില്ലാത്ത ചർച്ചകൾ അത് ജനങ്ങളുടെ മുമ്പിൽ പോയി നിന്ന് പ്രസംഗിക്കുകയാണ് ഇവരുടെ ഒരു പരിപാടി. നമ്മൾ ആലോചിക്കണം, 204 പ്രതിപക്ഷ അംഗങ്ങളാണുള്ളത്. ഭരണപക്ഷത്തിന് ശരിക്കും പറഞ്ഞാൽ 243 പേരേ ഉള്ളൂ. അപ്പൊ ഇതെന്ന് പറയുന്നത് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ചർച്ചയ്ക്ക് ഉള്ള ഒരു സാധ്യത ഇല്ലാതാക്കുന്നതല്ല. കോൺഗ്രസിന് 99 ഉണ്ട്, പിന്നെ SP 37, DMK 22, TMC 28 തുടങ്ങിയ ഇതൊക്കെയാണ് അതിൻ്റെ അകത്തെ കണക്കുകൾ. ഇവരൊന്നും മോശം കക്ഷികളൊന്നുമല്ല, വളരെ ഭംഗിയായിട്ട് സംസാരിക്കേണ്ട ജനങ്ങളുടെ വക്താക്കളാണ്. പക്ഷെ അവര് സംസാരിക്കുന്ന വളരെ ട്രിവിയൽ ആയിട്ടുള്ള നിസ്സാരമായ കാര്യങ്ങൾ, അതായത് മോഡി പറഞ്ഞത് ശരിയായില്ല, മോഡി കൊഞ്ഞനം കുത്തി, പിന്നെ ഗഡ്കരി അങ്ങനെ ചെയ്തു, റിജിജു വേറെന്തോ പറഞ്ഞു എന്നൊക്കെ പറയുന്ന വിധത്തിലുള്ളതല്ലാതെ അവർ ഭരണകക്ഷി അവതരിപ്പിക്കുന്ന ബില്ലിനെ പറ്റിയോ നിയമനിർമ്മാണ നടപടികളെ പറ്റിയോ അവർ ഗൗരവമായിട്ടൊന്നും സംസാരിക്കാറില്ല. അപ്പം ഈ അവസ്ഥയില്, അതായത് മോഡി ഭരണത്തിൽ ജനാധിപത്യം ഇല്ല എന്ന ഉള്ളൊരു മട്ടിലാണ് പ്രതിപക്ഷത്തിന്റെ പോക്ക്. അതിന്റെ യഥാർത്ഥ കാരണക്കാര് ആരാണ് എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത്. തലമുറകൾ മാറി വരുമ്പോൾ എം പിമാരുടെ ക്വാളിറ്റിക്കൊക്കെ വ്യത്യാസം ഉണ്ടാകും. ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്ന സമയത്തുണ്ടായിരുന്ന എം പിമാര് നമ്മൾ ആലോചിക്കണം, അവര് വളരെ സജീവമായിട്ടും ഗൗരവതരമായിട്ടും ചർച്ചകളിൽ ഏർപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കാണുന്ന ഒരു പീരീഡില്
ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ ഒരു ഫാൻസ് ആയിരുന്നു അതിലെ കൂടുതൽ എംപിമാരും. എങ്കിൽ പോലും കോൺഗ്രസിലെ ചില സ്പ്ലിൻഡർ ഗ്രൂപ്പുകളിൽപ്പെട്ട മൊറാർജി ദേശായിയെ പോലുള്ളവരൊക്കെ വളരെ ശക്തമായ ചർച്ചയ്ക്ക് ഇട കൊടുത്തിട്ടുണ്ട്. പിന്നീട് ജനതാ പാർട്ടി വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ഗാംഭീര്യമുള്ള എംപിമാരുണ്ടായിരുന്ന ഒരു സഭയാണ് 1977 ജനതാ പാർട്ടി സർക്കാർ ഭരിക്കുന്ന സമയത്ത് പാർലമെന്റിലുണ്ടായിരുന്നു. പിന്നെ കുറെ കാലത്തേക്ക് ഇങ്ങനെ മാറി. അതായത് ശരിക്കും പറഞ്ഞാൽ ഓരോ 10 വർഷമോ 20 വർഷമോ ഒക്കെ കൂടുമ്പോൾ ഈ എംപിമാരുടെ ക്വാളിറ്റി മാറി മാറി വരുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പം നമ്മൾ കാണുന്ന ക്വാളിറ്റി ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണപക്ഷത്ത് അവർ ചെയ്യുന്നത്, ഭരണപക്ഷം എന്ന് പറയുന്ന ഒരു എക്സിക്യൂട്ടീവ് ഹെഡ് കൂടിയാണ്. അപ്പൊ ഭരണപക്ഷത്ത് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി കാര്യവിവരമുള്ള ആളുകളെ മന്ത്രിപ്പണി ഏൽപ്പിച്ച് വളരെ വൃത്തിയായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിനെ എതിർക്കാൻ തക്ക, അല്ലെങ്കിൽ അതിനെ ഖണ്ഡിക്കാൻ തക്ക, എതിർക്കുക എന്നുള്ളതല്ല, ഖണ്ഡിക്കുക, അതിന്റെ കാര്യമാണ് പറയേണ്ടത്. ബില്ല് അവതരിപ്പിക്കുമ്പോഴുള്ള കാര്യമാണ് പറയേണ്ടത്. അതിനെ ഖണ്ഡിക്കാൻ തക്ക കാര്യവിവരമുള്ള പ്രതിപക്ഷ എംപിമാർ ഇന്നില്ല. അതാണ് ഇന്ത്യയിലെ ചർച്ച, അല്ലെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ചർച്ച ഉണ്ടാകാതിരിക്കാനുള്ള കാര്യം. ഇവിടുത്തെ ചർച്ച എന്ന് പറയുന്നത് തികച്ചും നമ്മളുടെ ഒരുതരം സോഷ്യൽ മീഡിയ ചർച്ച പോലെയുള്ള ചർച്ചകളാണ്. അതാണ് പാർലമെന്റിലെ ചർച്ച എന്ന് ഇവർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അതിനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോഡി ഉദ്ദേശിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എന്ന് പറയുന്നത് കാളകൂടമാണ്. ഈ കാളകൂടം താൻ കണ്ടെയ്ൻ ചെയ്യും, അതിൻ്റെ അകത്ത് കുഴപ്പമൊന്നുമില്ല. പ്രതിപക്ഷം കൂടുതൽ കാളകൂടം ഛർദ്ദിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഏറ്റവും ഒടുവിലാണ് മോദി പ്രതികരിച്ചത് എന്നതാണ് അശോക് സാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പ്രധാനമന്ത്രി മോദിയെ മാത്രമല്ല, സാർ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ അമ്മ ഹീരാബെന്നിനെയും അതിരൂക്ഷമായിട്ടാണ് കോൺഗ്രസ് വിമർശിച്ചിരുന്നത്. അത് വൈകാരികമായി അദ്ദേഹത്തിന് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കിയിട്ടുമുണ്ട്. അതിനൊടുവിലാണ് ജനാധിപത്യത്തിന്റെ അമൃത് കടയുന്നതിനിടയിലുള്ള കാളകൂട വിഷം അത് കോൺഗ്രസ് തീറ്റുന്നതാണ്, അത് താൻ സ്വയം തന്നിലേക്ക് തന്നെ ആവാഹിക്കുകയാണ് ശിവനെ പോലെ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇതൊരു സൂചന കൂടിയാണ്, കോൺഗ്രസിനുള്ള ഒരു സൂചനയാണ്, അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പാണ്. ഒരു വിധത്തിലും നിങ്ങൾ പറയുന്ന വിമർശനങ്ങൾ അല്ലെങ്കിൽ രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുന്നതൊന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ബാധിക്കുന്നില്ല, അല്ലെങ്കിൽ രാജ്യത്തെ ബാധിക്കാതെ നോക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്ന്, ജനങ്ങളോട് മാത്രമാണ് തനിക്ക് കടപ്പാടും കമ്മിറ്റ്മെന്റും ഉള്ളത് എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരിക്കൽ കൂടി ആണയിട്ട് പറയുന്നു. വ്യക്തമാണ്. താങ്ക് യു അശോക് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.